കാമുകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പലതവണ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പ്രതിക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകില്ലെന്ന് കോടതി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ നിർണായകമായത് 48 സാഹചര്യ തെളിവുകൾ. അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം തടവ്. കോടതി മുറിയിൽ നിർവികാരയായി വിധി കേട്ട് ഗ്രീഷ്മ. കേട്ട് പൊട്ടിക്കരഞ്ഞ് ഷാരോണിന്റെ കുടുംബം. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് പ്രോസിക്യൂട്ടർ. രാജ്യത്തെ നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലയിൽ ശിക്ഷാവിധി ഉടൻ. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി സഞ്ജയ് റോയ്. കൊൽക്കത്ത കോടതിയിൽ അന്തിമവാദം തുടരുന്നു. അമേരിക്കയിൽ വീണ്ടും ട്രംപ് കാലം. ഇന്ന് രാത്രി 10:30 സത്യപ്രതിജ്ഞ. ബൈഡൻ സർക്കാരിന്റെ നിരവധി തീരുമാനങ്ങൾ പിൻവലിക്കുമെന്ന് ട്രംപ്. ടിക്ടോക്കിന് തൽക്കാല സംരക്ഷണം അടക്കം 100 ഉത്തരവുകളിൽ ആദ്യ ദിനം ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷ. ബ്രൂവറിയിൽ സർക്കാരിനെതിരെ പുതിയ ആരോപണം. ഒയാസിസ് കമ്പനി കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ ഇടം പിടിച്ചത് എഥനോൾ നിർമ്മാണത്തിൽ മാത്രമെന്ന് BJP. മദ്യനിർമ്മാണത്തിന്റെ കാര്യത്തിൽ സവിശേഷ പദവിയുണ്ടെന്ന് മന്ത്രി പറയുന്നത് കള്ളമെന്നും C. കൃഷ്ണകുമാർ. നിയമസഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ്. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാലിലെ മുറിവ് പ്രമേഹത്തെ തുടർന്ന്. അന്തിമ റിപ്പോർട്ട് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന് ശേഷം. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നു. ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും ചോദ്യം ചെയ്യുന്നത് ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റ് വൈകുന്നു. പോലീസ് CPM നേതാക്കൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന കൗൺസിലർ കലാരാജു. രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യം. ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി UDF.